കൂട്ടുകാരെ, പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ദിനമല്ലേ ഇന്ന്. മാതാവിനോടനുബന്ധിച്ചുള്ള ഒരു പ്രസംഗം കേട്ടാലോ? മാനസസിന് വന്ദനം. ബഹുമാനപ്പെട്ട സിസ്റ്റർ, അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി തന്നെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ തിരുനാൾ ആശംസകൾ ഞാൻ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. പരിശുദ്ധ കർമ്മലമാതാവ് എന്റെ അമ്മ, ലോകരക്ഷകനായി ജനിച്ച ഈശോയുടെ അമ്മ. ഇതിലും നല്ല വിശേഷണം പരിശുദ്ധ കർമ്മലമാതാവിന് കൊടുക്കാൻ പറ്റുമോ എന്നതിൽ സംശയമാണ്. കത്തോലിക്ക തിരുസഭയിൽ കന്യകാ മാതാവിനോടുള്ള ഭക്തി ആരംഭിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. ഇസ്രായേലിലെ കാർണും താഴ്വാരത്തിൽ ഒരു കൂട്ടം സന്യാസികൾ ചേർന്ന് സന്യാസ സഭ സ്ഥാപിച്ചു. അവരുടെ ആശ്രമത്തിന് ദൈവമാതാവിന്റെ പേരാണ് അവർ നൽകിയത്. മാതാവിനോടുള്ള അവരുടെ ഭക്തിയും കാർമൽ മലയിലെ താമസവും അവർക്ക് പരിശുദ്ധ കർമ്മല മാതാവിന്റെ സഹോദരന്മാർ എന്ന പേര് ലഭിക്കുവാൻ ഇടയായി. ഇംഗ്ലണ്ടിലെ ഐൽസ്ഫോർഡ് ആശ്രമത്തിന്റെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അദ്ദേഹം എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കാർമലിലെ സുന്ദര കുസുമമേ, നിത്യ നിർമ്മല കന്യകയായിരുന്ന ദേവപുത്രനെ പ്രസവിച്ചവളെ, ഇന്നത്തെ എന്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അങ്ങന്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. തീക്ഷ്ണനേറിയ പ്രാർത്ഥനയുടെ പ്രത്യുത്തമായി 1851 ജൂലൈ 16-ാം തീയതി അന്നത്തെ സുപ്പീരിയർ അച്ഛനായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഉത്തരവും നൽകിക്കൊണ്ട് മാതാവ് പറഞ്ഞു: എന്റെ സഹോദരത്തിന്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഉത്തരയും സ്വീകരിക്കുക. ഇത് ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല. ക്രമേണ ലോകമാസകലമുള്ള എല്ലാ മാതൃഭക്തരും കർമ്മല ഉത്തരീയം ധരിച്ച് ജീവിക്കുവാൻ തുടങ്ങി. 1322 ജൂൺ 22-ാം മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട മറ്റൊരു വാഗ്ദാനം കൂടി മാതാവ് നൽകുകയുണ്ടായി: കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ അനുസരിച്ചിട്ടുള്ളവരെല്ലാം മോചിപ്പിക്കും. 14-ാം നൂറ്റാണ്ട് മുതൽ ജൂലൈ 16-ന് സഭ പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പരിശുദ്ധ കർമ്മല മാതാവ് തന്റെ പ്രിയപുത്രനിലൂടെ നമ്മുടെ കുടുംബങ്ങളിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദിവ്യശിശുവിനെ കൈകളിൽ പിടിച്ചുകൊണ്ട് തിരു ഉത്തിരത്തോടുകൂടി നിൽക്കുന്ന പരിശുദ്ധ കർമ്മല മാതാവിന് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർമ്മലനാഥേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്ക് അഭയം നിരസിക്കരുതെന്നമ്മേ. പരിശുദ്ധ കർമ്മല മാതാവിലൂടെ ഈശോയെ പൂർണ്ണമായി അറിയുക, അവിടുത്തെ സ്നേഹത്തിൽ പങ്കുചേരുക, അങ്ങനെ ജീവിത സാഫല്യം നേരിടുക. അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതാവിന്റെ സംരക്ഷണത്തിന്റെ അടയാളമായ ഉത്തരീയം സ്വീകരിച്ചു ജീവിക്കുവാനും മാതൃഭക്തിയിൽ വളരുവാനും നമുക്ക് ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.